അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. BKF ബുഖാരി നോളജ് ഫസ്റ്റ് ഇന്ന് വിജ്ഞാന കുതീകളുടെ ജ്ഞാനദാഹികളുടെ അഭയമായി ആശ്രയമായി സർവ്വരും അംഗീകരിച്ചു വരുന്നു. എല്ലാവർക്കും സംഘാടകർ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും വിശിഷ്യ ബുഖാരി ദഅ്വാ കോളേജിന് എല്ലാവിധ വിജയത്തിനും പുരോഗതിക്കും പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നിൽ അർപ്പിതമായ വിഷയം നിയർനെസ് ഒതൻറ്റിസിറ്റി ഓഫ് സുലാസിയാത്തുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയുടെ ആധികാരികത, സുലാസിയാത്ത്. മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ ശർഹ് മുസ്ലിമിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതായി കാണാം. വത്തഫഖൽ ഉലമാഉ അലാ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ലോകമെമ്പാടുമുള്ള എല്ലാ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന പ്രഖ്യാപിക്കുന്നതാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി ആണ് എന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പറയുന്ന കിതാബ് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിലല്ല ഇത് പറഞ്ഞത്, മറിച്ച് സ്വഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാനം. അവിടെ സ്വഹീഹ് മുസ്ലിമിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ വർണ്ണിക്കേണ്ടത്. അവിടെ മഹാനായ വ്യാഖ്യാതാക്കൾ പ്രമുഖരായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ അങ്ങനെ പറയുമ്പോൾ വത്തഫഖൽ ഉലമാഉ അലാ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്നതിന് വാല്യൂ, വില കൂടുതലാണ്. ചിലർ ഇവിടെ സംശയം ഉന്നയിക്കാറുണ്ട്. മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹു തആല തങ്ങളെക്കാളും എത്രയോ വലിയ ഉന്നതരും മഹാനുമല്ലയോ മഹാനായ ഇമാമുൽ അയിമ്മ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ? എന്നാൽ ഷാഫി ഇമാം പറയുന്ന അങ്ങനെയല്ലല്ലോ. മാ തഹ്ത അദീമി സമായി കിതാബുൻ സ്വഹ മിൻ മുഅത്ത ലിൽ ഇമാം മാലിക്. ഷാഫി ഇമാം പറയുന്നത് ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഇമാം മാലിക് തങ്ങളുടെ മുഅത്തയേക്കാൾ ഉന്നതമായ മഹത്വമേറിയ സ്വഹീഹായ ഒരു കിതാബും ഇതുവരെ രചിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ പറയുന്നത്? ഷാഫി ഇമാം പറഞ്ഞതാണോ അംഗീകരിക്കേണ്ടത്? നവവി ഇമാം പറഞ്ഞതാണോ അംഗീകരിക്കേണ്ടത്? ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരീ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇതുപോലുള്ള പല ജൽപ്പനങ്ങളും സംശയങ്ങളും അല്പജ്ഞാനികൾ
ഉദ്ധരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മയെ കല്യാണം കഴിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ടില്ല, ആയതുകൊണ്ട് കല്യാണം നടന്നിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് എന്ന പോലെയല്ലേ ഇത്? കാരണം മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജറ 204 150 ജനിച്ചു. 204 റജബ് 29 മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായി. എന്നാൽ മഹാനായ അൽ ഇമാമുൽ ഹാഫിദുൽ ഹുജ്ജ അബു അബ്ദില്ലാഹ് മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ജനിക്കുന്നതാവട്ടെ ഹിജറ 194. അപ്പോൾ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾക്ക് 10 വയസ്സാണ്. ഈ 10ാമത്തെ വയസ്സിൽ ഗ്രന്ഥരചന നടത്തിയെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ലല്ലോ. സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കുന്നതിന് 13,000 കിലോമീറ്റർ 16 കൊല്ലം ചെലവഴിച്ചാണ് സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കുന്നത്. ഇവിടെ രണ്ടും ശരിയാണ്. അഥവാ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന കാലത്ത് സഹീഹുൽ ബുഖാരിയോ സഹീഹ് മുസ്ലിമോ മറ്റ് തുർമുദി അബൂദാവൂദ് നസായി ഇതൊന്നും രചിക്കപ്പെട്ടിട്ടില്ല, ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെയും എത്രയോ മുമ്പാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ ഇമാം നവവി റഹിമഹുല്ലാഹു തആല തങ്ങളാവട്ടെ ഈ കിതാബുകളെല്ലാം സഹിഹു സിത്തയും രചിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്നത്. ഇവിടെ ബുഖാരി സഹീഹുൽ ബുഖാരിക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്, ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽ നിന്ന് എന്നിൽ അർപ്പിതമായ സബ്ജക്റ്റ് വിഷയം നിയർനെസ് ഒദസിറ്റി ഓഫ് സുലാസിയാത്തുൽ ബുഖാരി. സിഹാഹു സിത്തയിൽ സ്വഹീഹ് മുസ്ലിമിൽ ഒരൊറ്റ സുലാസിയാത്തും കാണാൻ കഴിയില്ല. അബൂദാവൂദിലും ഒരൊറ്റ സുലാസിയാത്തും കാണാൻ കഴിയില്ല. നസായിലും ഒരൊറ്റ സുലാസിയാത്തും കാണാൻ കഴിയില്ല. എന്താണ് സുലാസിയാത്ത്? മഹാനായ ഹാജി ഖലീഫ റളിയല്ലാഹു അൻഹു കശ്ഫുൽ ദുനൂനിൽ പറയുന്നത് മത്തസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഹദീസ് ബി സലാസി റുവാത്ത്. അല്ലാഹുവിൻ്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഹദീസ് അല്ലാഹുവിൻ്റെ റസൂലിനിടയിൽ 3 റാവികൾ മാത്രം സമ്മേളിക്കുക. അധികം ആളുകളും ഈ ആംഗിളിലൂടെ സഹീഹുൽ ബുഖാരിയെ മനസ്സിലാക്കില്ല എന്നാണ്. നിയർനെസ് പവർ സ്റ്റേഷനോട് അടുത്തിരിക്കുന്നത്, വളരെ അകലമിരിക്കുന്നത്, വോൾട്ടേജിൽ വ്യത്യാസമുണ്ടാകുമല്ലോ, ആരും തർക്കിക്കില്ലല്ലോ. അപ്പോൾ തുലാസിയാത്താകുമ്പോൾ അത് നിയർനെസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുത്ത സനദായിരിക്കും. അഥവാ ബുഖാരി ഇമാമിൻ്റെയും
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ 3 റാവിമാർ, റിപ്പോർട്ടർമാർ മാത്രമാണ് ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം, അതെങ്ങനെ ബുദ്ധി അംഗീകരിക്കുമോ? കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ 10 വഫാത്തായി. ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ജനിക്കുന്നതാവട്ടെ ഹിജറ 194. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 184-ാമത്തെ വർഷത്തിലാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തങ്ങൾ ജനിക്കുന്നത്. ആ 184 വർഷങ്ങൾക്കിടയിൽ എത്ര വർഷത്തെ ഡിഫറൻ്റ് ഉണ്ട്? 3 പേരെ കൊണ്ട് യോജിക്കുമോ? എളുപ്പത്തിൽ മനസ്സിലാകാൻ ഈ വിനീതൻ ജനിക്കുന്നത് 1383-ലാണ് ഹിജറ. ചൊവ്വാൽ 8 ശനിയാഴ്ച രാത്രി 10 മണിക്ക്. എൻ്റെ ഉസ്താദുമാരിൽ 183 കൊല്ലം പഴക്കമുള്ള ഉസ്താദുമാരിലേക്ക് എത്തുമ്പോൾ പരമ്പരകൾ എത്രയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ദൈർഘ്യം മനസ്സിലാക്കുക. എൻ്റെ ഉസ്താദ് അൽ ആലിമുൽ അല്ലാമ ഷെയ്ഖുൻ നുജൂം ഷെയ്ഖ് മീറാൻകോയ മുസ്ലിയാർ, അവരുടെ ഷെയ്ഖ് ബഹ്റുൽ ഉലൂം ഷെയ്ഖുൽ മശാരിഖ് വൽ മഗാരിബ് ഉസ്താദുൽ അസാത്തീദ് ബഹ്റുൽ ഉലൂം ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു. അവരുടെ ഉസ്താദ് താജുൽ ഉലമ സദഖത്തുള്ള മുസ്ലിയാർ. അവരുടെ ഉസ്താദ് ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. അവരുടെ ഉസ്താദ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ഉസ്താദ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. ഞാനും നിങ്ങളും സ്ഥിരമായി ഓതി വരാറുള്ള ബദർ മൗലിദ്, മമ്പുറം മൗലിദ്, സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ധാരാളം മൗലിദുകൾ രചിച്ച വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. അവരുടെ ഉസ്താദ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ. അവരുടെ ഉസ്താദ് അഹമ്മദ് വലിയ ബാബ മുസ്ലിയാർ. അവരുടെ ഉസ്താദ് വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് ഖാസി മമ്മിക്കുട്ടി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് ഖാസി അലി ഹസൻ അവൽ പൊന്നാനി റളിയല്ലാഹു അൻഹു. അവർ വഫാത്താകുന്നത് ഹിജറ 1200-ലാണ്. ഞാൻ ജനിക്കുന്നത് 1383-ലാണ്. അപ്പോൾ എൻ്റെയും മഹാനായ ഖാലി അലി ഹസൻ അവൽ റളിയല്ലാഹുവിനും ഇടയിൽ 183 കൊല്ലമാണ്. ഈ 183 വർഷങ്ങൾക്കിടയിൽ എത്ര ഉസ്താദുമാരുണ്ട്? 11 ഉസ്താദുമാരുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമായ മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ്, നമ്മുടെ അജയ്യനായ പ്രസിഡന്റ്, ഈ സ്ഥാപനത്തിൻ്റെ കൂടി സാരഥിയായ റയീസുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഫൈനാൻസ് സെക്രട്ടറിയായ പ്രിയപ്പെട്ട കോട്ടൂർ ഉസ്താദ്, ഇവരെല്ലാം ഇന്ന് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന, ഏറ്റവും വലിയ ഉലുവുൽ ഇസ്നാദ് രേഖപ്പെടുത്തപ്പെടുന്ന മഹാപണ്ഡിത മഹത്തുക്കളാണല്ലോ. അവരും ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നാനി ഖാലി
അലി ഹസൻ അവൽ റളിയല്ലാഹു അൻഹും തമ്മിൽ 10ാമത്തെ ഉസ്താദാണ് എത്തുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന യുവ പണ്ഡിതന്മാരിൽ പലരും സുൽത്താൻ ഉലമയുടെയും റയീസുൽ ഉലമയുടെയും താജുൽ മുഹഖിഖീൻ ശൈഖുന കോട്ടൂർ ഉസ്താദിൻ്റെയും 5ാമത്തെ 6ാമത്തെ 7ാമത്തെ പരമ്പരകളായിരിക്കും. അപ്പം അവരും ഈ 1200 വഫാത്തായ പൊന്നാനി അലി ഹസൻ അവൽ റളിയല്ലാഹു അൻഹു തമ്മിൽ 17 ഉസ്താദുമാരുടെ വ്യത്യാസമുണ്ട്. ഇവിടെ എങ്ങനെയാണ് വെറും 3 ആളുകളെ കൊണ്ട് സാധിക്കുക? ഇവിടെയാണ് മഹാനായ ഇമാം അൽ ഹാഫിൽ അൽ ഹുജ്ജ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബു അബ്ദുല്ലാഹി മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഹദീസ് രംഗത്ത് സഹിച്ച ത്യാഗങ്ങളും മനസ്സിലാക്കേണ്ടത്. അതാണ് നിയർനെസ്, അടുപ്പം. ഉലുവുൽ ഇസ്നാദ്, ഉലുവുൽ ഇസ്നാദിൻ്റെ പ്രാധാന്യം മഹത്വം മനസ്സിലാക്കുന്നതിന് ഒരു ചെറിയ സംഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇന്ന് ലോകമൊട്ടുക്കും അറിയപ്പെടുന്ന പണ്ഡിത മഹത്തുക്കളിൽ ഇന്റർനാഷണൽ പണ്ഡിത സംഗമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതനാണ് ഇപ്പോൾ ഈജിപ്ത് ഔഖാഫ് മിനിസ്റ്ററായ ഉസാമ അസ്ഹരി. ഇതിൻ്റെ മുമ്പ് ഈജിപ്ത് പ്രസിഡന്റിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. പല ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിലും മഹാനവറുകളുമായി വേദികൾ പങ്കിടാറുണ്ട്. അദ്ദേഹം ലോകമൊട്ടുക്കും ഉലുവുൽ ഇസ്നാദ് ഈ നിയർനെസ് തേടി സഞ്ചരിച്ച് ധാരാളം സനദുകൾ സ്വീകരിച്ച മഹാനാണ്. ഏറ്റവും അവസാനമായി കേരളത്തിൽ വന്നപ്പോൾ മഅദിനിൽ വന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ, ഡിന്നർ കഴിക്കുമ്പോൾ എന്നോട് ചോദിച്ചു താജുൽ ഉലമയെക്കുറിച്ച്. താജുൽ ഉലമയിൽ നിന്ന് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഉസാമ അസ്ഹരി ഇജാത്ത് സ്വീകരിച്ചവരാണ്. താജുൽ ഉലമയുടെ ഷെയ്ഖാരാണ്. ഈ വിനിതൻ പറഞ്ഞു, താജുൽ ഉലമയുടെ ഷെയ്ഖ് ഷെയ്ഖ് ആദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ഷെയ്ഖ് ഷെയ്ഖ് ആദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഷെയ്ഖ് ആദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു താജുൽ ഉലമയുടെ ഷെയ്ഖ്. അവരുടെ ഷെയ്ഖ് ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു. അവരുടെ ഷെയ്ഖ് 2ാം ഇബ്നു ഹജർ എന്ന പേരിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ധാരാളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ആണെന്ന്. അത്ഭുതത്തോടുകൂടെയാണ് അദ്ദേഹം അത് കേൾക്കുന്നത്. അഥവാ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും താജുൽ ഉലമയുടെയും ഇടയിൽ ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് അൽ ഖാദിരിയും ഷെയ്ഖ് ആദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു മാത്രം. ഇത് ഒരു പ്രധാന വേദിയിൽ വിനീതൻ പ്രസംഗിച്ചപ്പോൾ അവിടെ നന്നായി ചരിത്രങ്ങൾ അറിയുന്ന മഹൽ വ്യക്തിത്വങ്ങൾ എന്നോട് എഴുതി തന്നു. സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ആവില്ല, യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ആയിരിക്കും. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു മക്കയിൽ ദർസ് നടത്തിയിട്ടില്ല. ചരിത്രം പരിശോധിച്ചാൽ അറിയാം. സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ ധാരാളം ദർസ് നടത്തിയ മഹാനാണ്. വലിയൊരു ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബിക് കോളേജിൻ്റെ സ്ഥാപകനായ ബാനി ഹസ്രത്ത് ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് അൽ ഖാദിരി
വർഷങ്ങളോളം മക്കയിൽ പഠിച്ചവരാണ്. ഇതങ്ങ് കേട്ട ഉടനെ തന്നെ ഉസാമായുടെ മുഖവും രൂപവും ഭാവമൊക്കെ മാറുകയും വല്ലാത്ത അത്ഭുതത്തോടുകൂടി അത്രയും വലിയൊരു ലുബുൽ ഇസ്നാദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ഉസാമാക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഉടനെ തന്നെ മുസൽസലാത്തുൽ അവലിയാത്ത്, റഹ്മത്തിൻ്റെ ഹദീത്ത്, അതുപോലെ തന്നെ മഹബത്തിൻ്റെ എല്ലാം ഇജാസത്ത് വാങ്ങി എന്ന് മാത്രമല്ല ഈ വിരീതിൻ്റെ സബത്ത് ഖസ്തുസ് സബീൽ ചോദിച്ചു വാങ്ങുകയും മഹാനവറുകൾക്കും മഹാനവറുടെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഇജാസത്ത് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. വല്ലാത്ത പരിഗണനയും വല്ലാത്ത മഹത്വവും മാത്രമല്ല, ആ സബത്ത് ഖസ്തുസ് സബീൽ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും അനുജൻസെ ശിഹാബുദ്ദീൻ ബുഖാരിക്ക് വിളിച്ച് വീണ്ടും അത് ആവശ്യപ്പെട്ടു. ഇവിടെയാണ് ഉലൂവുൽ ഇസ്നാദിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. എത്ര സുലാസിയാത്താണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്? ആ പരമ്പരകൾ ഏതെല്ലാമാണ്? ഇന്ന് ചെറുതായി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞു, ഈ വിനീതനും 183 വർഷം മുമ്പ് വഫാത്തായ പൊന്നാനി അലി ഹസൻ അവ്വൽ റളിയല്ലാഹുനും തമ്മിൽ 11 ഉസ്താദുമാരുടെ ദൈർഘ്യമുണ്ട്. ഇതേ കാലയളവ്, ഇതേ ഡ്യൂറേഷനാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ളത്. അവിടെ 3 ചുരുങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേതൃത്വം സുൽത്താൻ ഉലമയിൽ നിന്നോ അല്ലെങ്കിൽ റയീസുൽ ഉലമയിൽ നിന്നോ അല്ലെങ്കിൽ താജുൽ മുഹഖ്ഖിഖീൻ ശൈഖുന കോട്ടൂർ ഉസ്താദ് നിന്നോ ഈ പരമ്പരയുടെ വെച്ചാൽ 10ാമത്തേതായിരിക്കും. ഇവിടെയാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ 3ൽ ഒതുക്കുന്നത്. എങ്ങനെ നടക്കുമോ എന്നാ പിന്നെ സംശയം. അതേ, നടക്കുക തന്നെ ചെയ്യും. 100ഉം 120ഉം വയസ്സൊക്കെ ജീവിച്ച എത്രയോ മുഹദ്ദിസുകളില്ലേ? അപ്പോൾ 120 വർഷം ജീവിച്ച 2 മുഹദ്ദിസുകൾ ഉണ്ടായാൽ എൻ്റെ ഉസ്താദ് 120 വർഷം ജീവിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. അവർ 110ാമത്തെ വയസ്സിൽ ഞാൻ ഹദീസ് സ്വീകരിച്ചു. അവർ അവരുടെ ഉസ്താദിൽ നിന്ന് 120 വർഷം ജീവിച്ചു. അവർ 110ാമത്തെ ഹദീസിൽ ജീവിച്ചപ്പോൾ 220 അപ്പോൾ 2 കൊണ്ട് നടന്നില്ലേ? ബുദ്ധി നിഷേധിക്കില്ലല്ലോ. എന്നാൽ നമുക്ക് മനസ്സിലാവേണ്ടത് ആരെല്ലാമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ സുലാസിയാത്തിലെ മശായിഖുമാർ. സ്വഹീഹുൽ ബുഖാരിയിൽ 22 സുലാസിയാത്താണ് രേഖപ്പെടുത്തപ്പെട്ടത്. അതിൽ ആവർത്തനം കഴിച്ചാൽ 16 സുലാസിയാത്താണ് സഹീഹുൽ ബുഖാരിയിൽ കാണുക. അതിൽ പ്രധാനമായും ബുഖാരി ഇമാമിൻ്റെ ഉസ്താദുമാർ 5 പേരാണ് മശായിഖുമാർ. മക്കി ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അബൂ ആസിമുൻ നബീൽ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് അബ്ദുല്ലാഹി ബിൻ മുതന്ന ബിൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഉസാമ ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു, ഖല്ലാദ് ബിൻ യഹ്യ റളിയല്ലാഹു അൻഹു. ഈ 5 പരമ്പരകളിലൂടെയാണ് 22 സുലാസിയാത്ത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ
മക്കീൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഹിജറ 126 ജനിച്ച് 215 വഫാത്തായവരാണ്. ഏകദേശം 89 വയസ്സ് ജീവിച്ചു. ബുഖാരി ഇമാം ജനിക്കുന്നതാവട്ടെ 194. അപ്പോൾ മക്കീൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ബുഖാരി ഇമാമിൻ്റെ 19ാമത്തെ വയസ്സിലാണ്. ബുദ്ധി അംഗീകരിക്കുമല്ലോ. ഇനി അവരുടെ ഉസ്താദ് യസീദ് ബിൻ അബി ഉബൈദ് റളിയല്ലാഹു തആല തങ്ങൾ അവർ വഫാത്താകുന്നതാവട്ടെ ഹിജറ 147-ലാണ്. 147-ലാണ്. അവരുടെ ഉസ്താദാവട്ടെ സലമത്തുൽ അഖ്വ റളിയല്ലാഹു അൻഹു അവർ വഫാത്താകുന്നതാവട്ടെ ഹിജറ 74-ലാണ്. അപ്പം 100 വയസ്സ് അവർ ജീവിച്ചെങ്കിൽ അവർ യസീദ് ബിൻ അബി അബ്ദുല്ലാഹി എന്നവർ സലമത്തുൽ അഖ്വ റളിയല്ലാഹുവിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു. അങ്ങനെ ഈ 3 ഓരോ പരമ്പരകളും എല്ലാ ഉസ്താദുമാരുടെയും പരമ്പര നോക്കിയാൽ 100-ഉം 100-ന്റെ അടുത്തും ജീവിച്ചവരാണ്. ഇത് കണ്ടെത്തുക എന്ന കഠിനാധ്വാനമാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 5 പരമ്പരകളിലൂടെ ഹദീസുകൾ ചെന്ന് അവസാനിക്കുന്ന സ്വഹാബിമാർ 3 പേരാണ്. ഒന്ന് സലമത്തുൽ അഖ്വ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇവർ 3 പേരും സ്വഹാബാക്കളിൽ ദീർഘായുസുള്ളവരാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജറ 93-ലാണ്. ഹിജറ 93-ലാണ്. അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല തങ്ങൾ വഫാത്താകുന്നത് ഹിജറ 88-ലാണ്. സലമത്തുൽ അഖ്വ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജറ 74-ലാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഇത് ബുദ്ധി സമ്മതിക്കുമെന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് സുലാസിയാത്തിൻ്റെ പ്രത്യേകതകൾ എന്നാണ്. മഹത്തുക്കൾ അതിനെക്കുറിച്ച് ധാരാളം വാചാലതായിട്ടുണ്ട്. മഹാനായ ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് തലബു ഉലുവുൽ ഇസ്നാദ് മിനദ്ദീൻ. ഉലുവുൽ ഇസ്നാദ്, നിയർനെസ്, ഒന്നുകൂടി പറഞ്ഞ ഓദിസിറ്റി അഥവാ ആധികാരികത. അഥവാ ഉദാഹരണത്തിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ധാരാളം അഹ്ലു ബൈത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 39-മത്തെയോ 40-മത്തെയോ 41-മത്തെയോ 42-മത്തെയോ പരമ്പരകളായിരിക്കും. അതേ സ്ഥാനത്ത് മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ബാക്കിർ റളിയല്ലാഹു അൻഹു, മഹാനായ അലി ലുറൈലി റളിയല്ലാഹു അൻഹു, മൂസൽ കാളിം റളിയല്ലാഹു അൻഹു, അവരും അഹ്ലു ബൈത്ത് തന്നെയല്ലേ? ഇവരെല്ലാം അഹ്ലു ബൈത്തിന്റെ മുത്തനബിയുടെ പരമ്പരകളല്ലേ? പക്ഷേ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായ അലി സൈനുൽ ആബിദീൻ, സൈന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് ജഅഫർ സാദിഖ്, അവരുടെ മകനാണ് മുഹമ്മദുൽ ബാക്കിർ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് അലി ലുറൈലി റളിയല്ലാഹു അൻഹു. ആ സ്ഥാനവും മഹത്വവും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സയ്യിദിന് ഞാനും നിങ്ങളും കൽപ്പിക്കുമോ? അവിടെയാണ് പരമ്പര ഉയരുന്തോടും മഹത്വമേറി വരുമെന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല തങ്ങൾ തലബുൽ ഉലുവിൽ ഇസ്നാദി മിനദ്ദീൻ, നിയർനെസ്, ഓദസിറ്റി അഥവാ ഉയർന്ന പരമ്പര അത് ദീനിൽപ്പെട്ടതാണ്.
മഹാനായ മുഹമ്മദ് അസ്ലം അത്തൂസി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഖുർബുൽ ഇസ്നാദി ഖുർബുൻ ഇലല്ലാഹി അസ്സ വജല്ല വ ഇലാ റസൂലിഹി. ഖുർബുൽ ഇസ്നാദ് നിയർനെസ്, സനദുകളുടെ നിയർനെസ്, അടുക്കൽ, അത് ഖുർബുൻ ഇലല്ലാഹ് അല്ലാഹുലേക്ക് അടുക്കലാണ്. വ ഖുർബുൻ ഇലാ റസൂലിഹി റസൂലിലേക്ക് അടുക്കലാണ്. പവർ സ്റ്റേഷന്റെ അടുത്ത വോൾട്ടേജ് പവർ സ്റ്റേഷൻ അകന്നിരുന്നാൽ ഉണ്ടാവില്ലെന്ന് ആദ്യം പറഞ്ഞല്ലോ. വീണ്ടും ഇമാം ജസ്രി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, വഫദ്ലു ഉലുവുൽ ഇസ്നാദ് വലാ ശക്ക ഫീഹി വഫീ അൻവാഇഹി കുല്ലിഹാ കമാ സറഹ ബിഹി അയിമ്മത്തുൽ ഹദീസ് മിമ്മാ സയതി. ലോകമെമ്പാടുമുള്ള എല്ലാ പണ്ഡിതന്മാരും ആ കാര്യം വളരെ വ്യക്തമാക്കിയതാണ്. വഹുവ റിസ്ഖുൻ യർസുഖുഹു അല്ലാഹു തആല ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖുസ്സു ബിഹി മൻ യശാഉ ഫീ ബിലാദിഹി. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിഹാഉ സിത്തയിൽ അബൂദാബിൽ ഒറ്റൊന്നുമില്ല, സഹീഹ് മുസ്ലിം ഒറ്റൊന്നും ഇല്ല, നസായിൽ ഒറ്റൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ എന്ത്? റിസ്ഖുൻ യർസുഖുഹു അല്ലാഹു തആല ലിമൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം നൽകുന്നതാണ്. വയഖുസ്സു ബിഹി മൻ യശാഉ ഫീ ബിലാദിഹി. അവൻ്റെ അടിമകളിൽ നിന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് മാത്രം നൽകുന്നതാണ്. ധാരാളം മഹൽ വചനങ്ങളുണ്ട്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. മഹാനാ വസ്വൽ ഇമാം യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 160 വഫാത്തായ അഹ്മദ് ഹംബൽ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജീവിച്ച വലിയ മഹാനാണ് യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു. അവർ പറയുന്ന വാക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച അതേ കട്ടിൽ വെച്ചാണ് മഹാനായ യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അവരൊക്കെ തബറുക്ക് എത്ര സ്വീകരിച്ചു എന്നുകൂടി മനസ്സിലാക്കാം. മഹാനുകൾ പറയുന്നു, ഇന്ദമൗതിഹി വസ്വയില ചോദിക്കപ്പെട്ട് ഇന്ദമൗതിഹി മാ തസ്തഹി, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം എന്താണ്? അന്ത്യാഭിലാഷം ഉണ്ടാകുമല്ലോ, എന്താ നിങ്ങളുടെ അന്ത്യാഭിലാഷം? ഖാല ഇസ്നാദുൻ ആലിൻ വബൈത്തുൻ ഖാൽ, എനിക്ക് ആവശ്യം ഉലുവുൽ ഇസ്നാദാണ്. എനിക്ക് ഖാലിയായ ആരാരുമില്ലാത്ത വിജനമായ സ്ഥലം, അല്ലാഹുൽ മാത്രം ഖൽവത്ത്, ഖൽവത്തുൽ ഖൽബ്, അല്ലാഹുൽ അങ്ങ് ലയിച്ചു ചേർന്ന് ജീവിക്കുക എന്നത് പറയുന്നത് ഇസ്നാദുൻ ആലിൻ വബൈത്തുൻ ഖാലിൻ. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല തങ്ങൾ തദ്രീബുർ റാവിയിൽ 585 പേജ് 2-ാം വാള്യത്തിൽ പറഞ്ഞാൽ കാണാം, ഖാൽ ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഫൈനൽ മഖ്സൂദ ബിദ്ദിഹില അംറാൻ. സർവസാധാരണ ഹദീസ് പണ്ഡിതന്മാർ യാത്ര ചെയ്യുന്നതിൽ പ്രധാനമായും 2 ലക്ഷ്യമാണ് ഉണ്ടാവാറുള്ളത്. ഞാനും നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് എന്തായിരിക്കും? എന്നാൽ മുഹദ്ദിസീങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 2 ലക്ഷ്യമാണ്. ഒന്ന് തഹ്സീലു ഉലുവുൽ ഇസ്നാദ്, ഉലുവുൽ ഇസ്നാദ് ഏറ്റവും നിയർനെസ് തേടുക. വഖിദമുസ്സമാൾ, പൂർവീകരിൽ നിന്ന് കേൾക്കുക, ഓതന്റിക് അവരിൽ നിന്ന് കേൾക്കുക. വസാനി ലിഖാഉൽ ഹുഫാദ്, ഹാഫിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന ഭാഷയിലല്ല, മുഹദ്ദിസീങ്ങളുടെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ ഖുർആൻ 30 ജുസും ഹിഫ്ളാക്കുന്നതിനാണ്. അതേ സ്ഥാനത്ത് മൻ ഹഫിള മിയത അൽഫ ഹദീസ് സനദൻ വ മത്നൻ, 1,00,000 ഹദീസ് ബൈഹാർട്ടാക്കിയവർക്കാണ് ഹാഫിൾ. അങ്ങനെയുള്ള ഹുഫാദിനെ കാണുക. വൽ മുദാക്കറത്തു ലഹും, അവരുമായി സംവദിക്കുക. വൽ ഇസ്തിഫാത്തു മിൻഹും, അവർ വിഷയങ്ങൾ ഉൾക്കൊള്ളുക.
ഫൈദാ കാൽ അംറാനി മൗജൂദൈനി ഫീ ബലദിഹി വമഅദൂമൈനി ഫീ ഗൈരിഹി, അവർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മറ്റു നാട്ടിലേക്ക് പോകേണ്ടതില്ല. ഔ മൗജൂദൈൻ ഫീ കുല്ലി മിൻഹുമാ ഫൽഹ, അവരില്ല എങ്കിൽ ഉള്ള സ്ഥലത്തേക്ക് പോയി വേണം. അപ്പോൾ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ഇത് സ്വീകരിക്കുന്നതിന് എത്ര ത്യാഗം സഹിച്ചു. ഇന്ന് ധാരാളം ഓതേഴ്സിനെ, ഗ്രന്ഥ രചയിതാക്കളെ കാണാൻ കഴിയും. അവരൊക്കെ 1 മാസം 2 മാസം കൊണ്ട് നെറ്റിൽ മക്തബത്തു ഷാമിലെടുത്ത് ഇങ്ങനെ തിരിച്ചെടുക്കുക എന്നതാണ്. എന്നാൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ഈ സഹീഹുൽ ബുഖാരി, ഈ ഉലൂഉൽ ഇസ്നാദ്, സ്വഹീഹായ ഹദീസ് മാത്രം തേടുന്നതിന് 16 വർഷം ചെലവഴിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, 13,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കണം. അത് ഓരോ നാടുകളിലും ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ നാട് എല്ലാവർക്കും അറിയാമല്ലോ, ഖുറാസാനാണ്. ഖുറാസാൻ എന്നാൽ തന്നെ ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, തജാക്കിസ്ഥാൻ എന്നൊക്കെയാണ്. എന്നാൽ മഹാനായ ഹാജി ഖലീഫ റളിയല്ലാഹു അൻഹു കശ്ഫുൽ ദുനൂനിൽ പറയുന്നത് മാ ബൈനൽ ഇറാഖി വൽ ഹിന്ദ് ഇഖ്ലീമുൻ മാ ബൈനൽ ഇറാഖി വൽ ഹിന്ദ്, ഇന്ത്യൻ്റെയും ഇറാഖിൻ്റെയും ഇടയിലുള്ള വിശാലമായ സ്റ്റേറ്റ്. ഖുറാസാനെ കുറിച്ച് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് അൽ ഇൽമു ഷജറത്തുൻ ജുദൂറുഹാ ഫീ മക്ക വഫുറൂഉഹാ വസാഖുഹാ ഫിൽ മദീന വഫുറൂഉഹാ ഫിൽ ഇറാഖ് വതിമാറുഹാ ഫീ ഖുറാസാൻ. ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങളൊക്കെ ബുഖാരി തങ്ങന്മാർ പറഞ്ഞ അപ്പം പലരും കളിക്കുക സോവിയറ്റ് യൂണിയൻ അല്ലേ, റഷ്യ അല്ലേ, അവിടെ ഇസ്ലാം ഉണ്ടാവൂ, അവിടെ എങ്ങനെ തങ്ങന്മാരുണ്ടാവൂ? സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞത് 1920 തൊട്ടിട്ട് 1990 വരെ 70 കൊല്ലോ മറ്റോ ആകെ സോവിയറ്റ് യൂണിയൻ റഷ്യൻ്റെ കീഴിലുണ്ടായിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ഖുറാസാനെ കുറിച്ച് ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അൽ ഇൽമു ഷജറ, വിജ്ഞാനമെന്ന് പറയുന്നത് അതൊരു വൃക്ഷമാണ്. അതിൻ്റെ അടിവേര് കിടക്കുന്നത് മക്കയിലാണ്. അതിൻ്റെ തടിമരം കിടക്കുന്നത് അവാ മസ്തറുൽ വഹി, വഹിയുടെ തുടക്കം കിടക്കുന്നത് മക്കയിൽ നിന്നാണ്. അതിൻ്റെ തടിമരം കിടക്കുന്നത് മദീനയിലാണ്. ഹിജറ പുറപ്പെടലോടുകൂടെ വിജ്ഞാനത്തിൻ്റെ വഹിൻ്റെ പ്രഭവ കേന്ദ്രം മക്കയിൽ നിന്ന് മദീനയായി മാറിയല്ലോ. അവിടെ നിന്ന് അമീറുൽ മുൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ കാലം വരലോടുകൂടെ ഇറാഖായി മാറി. അതാണ് വഫുറൂഹാ ഫിൽ ഇറാഖ്, അതിൻ്റെ കൊമ്പ് ചില്ലികൾ കിടക്കുന്നത് ഇറാഖിലാണ്. വസിമാറുഹാ ഫീ ഖുറാസാൻ, അതിൻ്റെ കായ്കനികൾ കിടക്കുന്നത് ഖുറാസാനിലാണ്. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും, മക്കയിലും മദീനയിലും ഇറാഖിലും യമനിലും ഫലസ്തീനിലും ജോർദാനിലും, അങ്ങനെ ലോകത്ത് ചരിത്രമുറങ്ങിക്കിടക്കുന്ന ഇസ്ലാമിക പൈതൃകവും പാരമ്പര്യവുമുള്ള എല്ലാ നാടുകളിലെയും മുഹദ്ദിഥീങ്ങളെടുത്താൽ, ഖുറാസാനിലെ മുഹദ്ദിഥീങ്ങളും എടുത്താൽ, ഖുറാസാനിലെ മുഹദ്ദിഥീങ്ങളായിരിക്കും പകുതിയിലേറെ. അവിടെയാണ് ഖുറാസാന്റെ മഹത്വം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആവട്ടെ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആവട്ടെ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ആവട്ടെ, ഇമാം നസായി ആവട്ടെ, ഇബ്നു മാജ ആവട്ടെ, ഞാനും നിങ്ങളും ഓതുന്ന ഒട്ടുമിക്ക കിതാബുകൾ മഹാനായ അബൂ മൻസൂർ മാതുരി റളിയല്ലാഹു തആല തങ്ങളാവട്ടെ, ഇമാം ഖഫാൽ റളിയല്ലാഹു തആല തങ്ങളാവട്ടെ,
ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല തങ്ങളാവട്ടെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് റസാലി റളിയല്ലാഹു തങ്ങളാവട്ടെ, സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ആവട്ടെ, ഇവരെല്ലാം ഖുറാസാൻകാരാണ്. അപ്പോൾ ബുഖാരി ഇമാം ഖുറാസാനിൽ നിന്ന് 1522 കിലോമീറ്റർ ഇറാനിലേക്ക്, ഇറാനിൽ നിന്ന് 1741 കിലോമീറ്റർ, അവിടെ നിന്ന് ഇറാഖിലേക്ക് 924 കിലോമീറ്റർ, അവിടെ നിന്ന് ഹിജാസിലേക്ക് 2166 കിലോമീറ്റർ, അവിടെ നിന്ന് മിസ്രിലേക്ക് 2570 കിലോമീറ്റർ, അവിടെ നിന്ന് ഷാം ജസീറ 2850 കിലോമീറ്റർ, അങ്ങനെ 13,000 കിലോമീറ്റർ, 16 കൊല്ലം. മാത്രല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്ന പോലെ എയറോക്രാഫ്റ്റുകളിലോ AC കാറുകളിലോ ബസ്സുകളിലോ അല്ല, ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കപ്പലുകളിലുമാണ്. ചിലവഴിച്ച കോടികൾക്ക് കണക്കില്ല. മഹാനായ ഇമാം മജ്ലൂനി റളിയല്ലാഹു തആല തങ്ങൾ അൽ ഫവായിദുദ് ദറാരി എന്ന കിതാബിൽ പറയുന്ന ഒരൊറ്റ സംഭവം ആധുനിക തലമുറ ഓർത്തെടുത്താൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ അധ്വാനം, കഷ്ടപ്പാട് മനസ്സിലാക്കാൻ കഴിയും. ഒരു കപ്പൽ യാത്രയിൽ ഹദീസ് ശേഖരണത്തിന് വേണ്ടി ഇമാം മജ്ലൂനി തങ്ങൾ അൽ ഫവായിദുദ് ദറാരി ഫി തർജുമത്തി സ്വഹീഹുൽ ഇമാം ബുഖാരി എന്ന കിതാബിൽ പറഞ്ഞായി കാണാം, കപ്പൽ യാത്രയിൽ ബുഖാരി ഇമാമിൻ്റെ കൈവശം 1000 ദീനാറുണ്ട്. ഒരു ദീനാറ് ഒരു മിസ്കാല് രണ്ടും ഒന്നാണ്. മിസ്കാല് എന്നാൽ ഇന്നത്തെ കണക്കനുസരിച്ച് 4 ഗ്രാം സ്വർണ്ണത്തിൽ ഏറെ കാണും. 1000 ദീനാർ എന്നാൽ 500 പവൻ. 500 ഇന്നത്തെ 500 പവന്റെ വില ഏകദേശം 3.5 കോടി രൂപ. 3.5 കോടി രൂപ. ഇതെന്തിനു വേണ്ടി? ഒരൊറ്റ യാത്രയിലാണ്. അങ്ങനെ ആ കപ്പൽ യാത്രയിൽ ഇമാം മജ്ലൂനി തങ്ങൾ പറയുന്നത് ശൈത്താൻ എന്നാണ് പറയുന്നത്. ഒരു ലക്ഷണം കെട്ട കുരുത്തം കെട്ടവൻ എക്കാലത്തും ഉണ്ടാകുമല്ലോ. ബുഖാരി ഇമാമിൻ്റെ സർവൻ്റായി ഹാദിമായി കൂടെ കൂടി അങ്ങനെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി. ബുഖാരി ഇമാമിൻ്റെ കൈവശം 1000 ദീനാറുണ്ടെന്നറിഞ്ഞു. അത് പോക്കറ്റടിക്കുന്നത് അല്ലെങ്കിൽ കൊള്ളടിക്കുന്നൊന്നും ശരിയല്ലല്ലോ. അദ്ദേഹം ഒരു കുതന്ത്രം ഉപയോഗിച്ചു. കപ്പൽ യാത്രയിൽ ഒരു ദിവസം രാത്രി അദ്ദേഹം പെട്ടെന്ന് അട്ടഹസിച്ചങ്ങ് കരയാൻ തുടങ്ങി. എൻ്റെ കൈവശം 1000 ദീനാറുണ്ടായിരുന്നു, അത് കാണാല്ലോ എന്ന് പറഞ്ഞിട്ട് വെറും ബഹളം അട്ടഹസിച്ച് കരയുക. എന്തായിരിക്കും പരിഹാരമാർഗം? ഒരേ ഒരു പരിഹാരമാർഗം മാത്രം, വേറൊന്നും അവിടെ ഇല്ലല്ലോ. കപ്പലല്ലേ, വേറെ ആരും കയറാനില്ല, ആരും പുറത്ത് പോകാനില്ല. അപ്പോൾ കപ്പൽ ആരെ കയ്യിലാണ് 1000 ദീനാറ് ഉള്ളത്? അവർ കട്ടെടുത്തെന്ന് തീരുമാനിക്കാം. എല്ലാവരും ഐക്യവേണ്ട ആ തീരുമാനത്തിലെത്തി. അങ്ങനെ കപ്പലിൻ്റെ എല്ലാ മുക്കുമൂലകളിലും എല്ലാ വ്യക്തികളെയും A to Z പൂർണ്ണമായും പരിശോധിച്ചു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളെയും പരിശോധിച്ചു. ഒരാളുടെ കയ്യിലും 1000 ദീനാറ് കാണുന്നില്ല. പിന്നെ എന്ത് തീരുമാനത്തിലെത്തണം? വേറെ ആൾ കയറിയിട്ടില്ല, വേറെ ആൾ പോയിട്ടില്ല.
വേറെ ആരെ കയ്യിലും കാശ് ഇല്ല, 1000 ദീനാറില്ല. ഇവൻ മഹാകളവ് പറഞ്ഞവനാണ്. എല്ലാവരും വിധി എഴുതി. കപ്പുള്ള മുഴുവൻ ആളുകളും പോതിര തച്ചു. മുഴുവൻ ആളുകളെയും ശല്യപ്പെടുത്താൻ, പ്രയാസപ്പെടുത്താൻ, പച്ചക്കള്ളം പറഞ്ഞിട്ട്. അങ്ങനെ 1000 ദീനാർ ഉണ്ടെങ്കിൽ കപ്പൽ ഏതെങ്കിലും ഒരു മൂലയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കാണണ്ടേ. കിട്ടാനുള്ളത്തോളം വാങ്ങി നന്നായി തല്ലിട്ടി. പിന്നെയും ബുഖാരി ഇമാമിന്റെ പിന്നാലെ കൂടി. വല്ലാത്ത ലക്ഷണം കെട്ടവൻ തന്നെ എല്ലാ കാലത്തും ഉണ്ടാവും. ബുഖാരി ഇമാമിനോട് പിന്നെ ചോദിച്ചു, അല്ല നിങ്ങളുടെ 1000 ദീനാറില്ല ഇനിയോ? ആ ദീനാർ നിങ്ങൾ എന്തേ കാട്ടി? ബുഖാരി ഇമാം വളരെ ലാഘവം. ആ പേഴ്സ് ഞാൻ കടലേക്ക് ഒറ്റ ഇറങ്ങെറിഞ്ഞു. ഇവനങ്ങ് അത്ഭുതത്തോടുകൂടെ 3.5 കോടി ഉറുപ്പ്യ വരെ. ഇന്നത്തെ 3.5 കോടി 1000 ദീനാറ് 500 പവനെ നിങ്ങൾ കടലേക്ക് എറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു നിങ്ങൾ പറഞ്ഞ മറുപടി നീ മനസ്സിലാക്കണം. ഈ 60 കൊല്ലം ഞാൻ ജീവിച്ചെങ്കിൽ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു ഞാൻ സഹിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈ യാത്രകളെല്ലാം എനിക്കൊരു ഗുഡ്വില്ലുണ്ട്. ആ ഗുഡ്വിൽ നേടിയെടുക്കുക. ഞാൻ ചതി നടത്തിയിട്ടില്ല, വഞ്ചന നടത്തിയിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, കളവ് ലാഞ്ചന പോലും എന്നിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. ഇതെങ്ങാനും എന്നിൽ നിന്ന് കണ്ടെത്തലോടുകൂടെ പ്രാഥമികമായി മുഴുവനും ഞാൻ കള്ളനായി മാറില്ലേ? അതോടുകൂടെ എൻ്റെ ഹദീസ് ശേഖരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹൽ വചനങ്ങളുടെ സ്വീകാര്യം നഷ്ടപ്പെട്ടു പോവില്ലേ? എനിക്ക് ഈ 3.5 കോടിയേക്കാൾ 500 പവനേക്കാൾ 1000 ദീനാറിനേക്കാൾ വലുതെനിക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സ്വീകാര്യതയാണ്. ഞാൻ നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ഗുഡ്വിൽ ഒരു കാലത്തും തകർന്നു പോകാൻ, മുറുവത്ത് അദാലത്ത് നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങളും ചെയ്യരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വിഷയം കഴിഞ്ഞില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. എല്ലാം ക്രോഡീകരിക്കുന്ന സൂക്ഷിക്കുന്ന പരിപർഹമുർ-റഹീമായ റബ്ബ് എല്ലാറ്റിനും പരിഹാരം കാണില്ലേ? മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു നാട്ടിലെത്തി. അങ്ങനെ ഒരു കടൽ തീരത്തുകൂടെ നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് ഒരു മത്സ്യം വന്ന് ഇതേ പേഴ്സ് ബുഖാരി ഇമാമിന്റെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ. ബുഖാരി ഇമാമിന് ഒന്നും നഷ്ടപ്പെട്ടില്ല, ഒന്നും പോയില്ല. ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രം. ഇങ്ങനെ 16 കൊല്ലത്തോളം 13,000 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ഇതെല്ലാം ക്രോഡീകരിച്ചത്. ഇത്രമാത്രം ത്യാഗങ്ങൾ അനുഭവിക്കാൻ, ഇത്രമാത്രം കാശുകൾ ചെലവഴിക്കാൻ, ഇത്രമാത്രം യാത്ര ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്ന് ചിന്തിച്ചേക്കാം. അതിന് കൂടി മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഈ ഭാഗം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ഹിജറ 256 വഫാത്തായത്. അതിൻ്റെ ശേഷം അങ്ങനെ ഒരു മെമ്മറി പവറുള്ള ഒരാളെ കാണാൻ കഴിയില്ല, അറിയപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം സഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോൾ 600ഓളം മുതഅല്ലിമീങ്ങളുള്ള മഅദിൻ മുത്തവന്ന് ഒരു കുട്ടി ചോദിച്ചു, അതെങ്ങനെ ബുദ്ധി സമ്മതിക്കുമോ? 6 ലക്ഷം ഹദീസൊക്കെ ഒരു മെമ്മറി പവർ, ഒരു കപ്പാസിറ്റി ഉണ്ടാവുമോ? ഉടനെ 8 കൊല്ലം മുമ്പ് മരിച്ച സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എന്തു പറയാനുണ്ട്? കണ്ണ്, കാത്, നാക്ക്, ശാരീരിക വൈകല്യങ്ങൾ, എന്നിട്ട് അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായി.
അപ്പോൾ ശാസ്ത്രം പറയുന്നത് സാധാരണക്കാരൻ്റെ കപ്പാസിറ്റിയാണ്. ഇനി ലോകത്ത് ധാരാളം ഗിന്നസ് ബുക്കുകളിൽ നേടിയ എത്ര വലിയ വലിയ ആളുകളുണ്ട്. അപ്പോൾ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എന്നിരുന്നാലും ഈ മെമ്മറി പവറിൻ്റെ പിന്നിൽ എക്കാലത്തും ന്യായങ്ങളും പല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചിലർ പറയാൻ തുടങ്ങി, മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ മെമ്മറി പവറിന് ഉല്ലാദുർ എന്നൊരു മരുന്ന് കുടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബുഖാരി ഇമാമിൻ്റെ മെമ്മറി പവർ ഇത്രമാത്രം പവർഫുള്ളാകാനുള്ള കാരണം. പലരും ഇന്ന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ആത്മീയ ഗുരുക്കളൊക്കെ സമീപിക്കാനുള്ളത് മെമ്മറി പവർ വർദ്ധിക്കാനുള്ള മരുന്നിനാണ്. അങ്ങനെ മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു തങ്ങൾ സിയറു അഅ്ലാമിൻ നുബലയിൽ കാണുന്ന പോലെ ഹൽ ഇൻദക മിൻ ദവാഇൽ ലിൽ ഹിഫ്ളിന് മെമ്മറി പവറിന് നിങ്ങൾക്ക് വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ബുഖാരി ഇമാം പറഞ്ഞു, ലാ അഅ്ലമു ശൈഅൻ ലിൽ ഹിഫ്ളി. ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകൾ എത്തിയിട്ടും ഹിഫ്ളിന് ഒരു മരുന്നും ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. അതിൻ്റെ പിന്നാലെ പോകണ്ട. പക്ഷെ രണ്ട് കാര്യം, ഒന്ന് മിൻ നഹ്മത്തിർ റജുൽ, മറ്റൊന്ന് മുദാവമത്തുൻ നദർ. ഒന്ന് ഈ ശബ്ദം കേൾക്കുന്ന സർവ സഹോദരീ സഹോദരന്മാരും വിശിഷ്യ വിദ്യാർത്ഥികളും പറയാനുള്ളത്, ഒന്ന് നഹ്മത്തുർ റജുൽ ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ ഖീമത്തുൽ മർഇ ബിഹിമ്മതിഹി ഇന്നൽ ഇൻസാന യതീറു ബിഹിമ്മതിഹി കത്വൈരി ബിജനാഹിഹി ലഹു ഹിമ്മമുൻ ലാ മുൻതഹാ ലി കിബാരിഹാ വഹിമ്മതുഹു സുഗ്റാ ജല്ലു മിനദ്ദഹിരി. ഹദീസ് ഖൈറു മാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. ഈ മഹൽ വചനങ്ങളെല്ലാം നൽകുന്ന സന്ദേശം ഒന്നാണ്. അഥവാ ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് വിൽ പവർ, ഡിറ്റർമിനേഷൻ, കോൺഫിഡൻസ്. ആദ്യം വേണ്ടത് അത് നടക്കും, കഴിയും, സാധിക്കും, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന ഒരചഞ്ചലമായ വിശ്വാസം, ദൃഢനിശ്ചയം. അതുണ്ടെങ്കിൽ നടക്കാത്ത ഒന്നുമില്ല. നമ്മുടെ നാടുകളിൽ പരമദരിദ്രർ വീടുണ്ടാക്കുമ്പോൾ 1 സെന്റ് ഭൂമി കാണൂല, ആദ്യത്തെ തറക്കുള്ള ഒരു കല്ലിന് കാശ് കാണൂല. പക്ഷെ അത് വേണമെന്ന് ഉദ്ദേശിച്ചെറിഞ്ഞ് ഒരുങ്ങിയാലോ എങ്ങനെയൊക്കെ അങ്ങ് വീടാകും. ആ ഡിറ്റർമിനേഷനാണ്. മകളെ കെട്ടിക്കാൻ ആഭരണങ്ങൾ, കാശുകൾ 1 പവൻ പോലും ഇല്ല, 1 ഗ്രാം പോലും ഇല്ല. പക്ഷെ വിവാഹപ്രായത്തിൽ കെട്ടിക്കണമെന്ന് അങ്ങ് ഒരുങ്ങി ആ യഖീനോടുകൂടെ ഇറങ്ങി അതങ്ങ് നടക്കുന്നു. വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ സ്ത്രീധനമൊന്നും വാങ്ങാറില്ലല്ലോ, അതെല്ലാം എടുത്തു മാറ്റപ്പെട്ടില്ലേ. പക്ഷെ അവർ എങ്ങനെയാണ്? അപ്പോൾ ഒന്ന് വേണം, ഞാനത് ചെയ്തിരിക്കും, ചെയ്യുമെന്ന ആ ഹിമ്മത്തുണ്ടാകുക. മറ്റൊന്ന് മുദാവമത്തുൻ നദർ, നിരന്തര പരിശ്രമം. അത് നേടിയെടുത്തേ കഴിയൂ, ഞാൻ അതിൽ നിന്ന് 1 മണി തൂക്കം പിന്നോട്ട് പോവില്ല എന്ന തുടരെയുള്ള പിന്മാറാത്ത അഹ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ എന്നൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ധാരാളം ഹദീസുകൾ കാണാമല്ലോ, അധ്യായങ്ങൾ തന്നെ കാണാമല്ലോ. നിരന്തരമായ പരിശ്രമം, തവാസുല്, തതാബു, ഇത് രണ്ടുണ്ടായാൽ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. വിജയം ഭാഗ്യമല്ല, യാദർശികല്ല, അത് കുറുക്കുവഴികളില്ല, അതിന് ഷോർട്ട് റൂട്ടില്ല. അതിന് 2 മാർഗങ്ങളേ ഉള്ളൂ.
ഈ രണ്ടു മാർഗം, ഏത് പരീക്ഷാ വിജയത്തിനും റാങ്ക് നേടുന്നതിനും എവിടെ പദവികൾ കൈവരിക്കുന്നതിനും ബുഖാരി ഇമാം പറഞ്ഞ ഈ രണ്ടു കാര്യങ്ങൾ മനസ്സിരുത്തിയാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാവുന്നതേയുള്ളൂ. സ്വഹീഹുൽ ബുഖാരിയുടെ വെറും ഒരു ചെറിയ പാട്ടിൻ്റെ ചെറിയ ഒരു നിമിഷങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അർഹമുറാഹിമായ അല്ലാഹ് മഹാൻ ഇമാം ബുഖാരി സൂഫി ലോകത്തിൻ്റെ അജയ്യനായ നായകൻ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ശേഷം അങ്ങനത്തൊരു സൂഫി ജ്യോതിസ് ലോകത്ത് വന്നിട്ടില്ലല്ലോ. വഫാത്താകുന്ന സമയത്ത് സ്വഹീഹുൽ ബുഖാരി നെഞ്ചത്ത് വെച്ചുകൊണ്ടാണ് മരിക്കുന്നത് എന്നത് ഹാജി ഖലീഫ കശ്ഫുദ്ദൂനിൽ പറഞ്ഞതായി കാണാം, മറ്റ് പല ഗ്രന്ഥങ്ങളും കാണാം. കലിമത്തു തൗഹീദിന് അലൈക ബിൽ ഇഖ്ലാസ്, അലൈക ബിൽ ഇഖ്ലാസ്. സ്വഹീഹുൽ ബുഖാരി ആ വഫാത്താകുന്ന സമയത്ത് പോലും അവിടെ നിന്നത് സ്വീകരിക്കാൻ, ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാൻ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് ഇതാണെങ്കിൽ ആ ബുഖാരി ഇമാമുമായി എന്തെങ്കിലും ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ നിന്ന് മാത്രം 100-ലേറെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ ഇമാം മജ്നുൻ തങ്ങൾ അവിടുത്തെ അൽ ഫവായിദുദ് ദറാരി ഫീ തർജുമത്തി ഇമാം ബുഖാരി എന്നതിൽ 73 ഹദീസ് ഗ്രന്ഥങ്ങൾ പേരുകൾ രേഖപ്പെടുത്തുന്നുവെങ്കിൽ എന്തിനേറെ മഹാനായ ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല തങ്ങൾ പറയേണ്ടതില്ലല്ലോ. ലോകത്ത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഞാൻ കണ്ടിടത്തോളം 17 പേരാണ് കണ്ടത്. അങ്ങനെ ബഹുമാനം ആർക്കും നൽകപ്പെടുന്നതല്ല. അതിൽ ഒരു മഹാനാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മറ്റൊരു മഹാനാണ് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അവരെക്കുറിച്ച് മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു തആല തങ്ങൾ അവിടെ തർജുമ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കുറിച്ച് അൽ യവാഖീത്ത് വൽ ജവാഹിർ 2 വാള്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹാനവറുകൾ മാത്രം സഹീഹുൽ ബുഖാരിക്ക് വേണ്ടി 5 ഗ്രന്ഥങ്ങൾ, ഫതുഹുൽ ബാരി ശറഹ് സഹീഹുൽ ബുഖാരി എല്ലാവരും അറിയുന്നതാണ്. എന്നാൽ ഹദിയുസ് സാരി മുഖദ്ദിമത്തു ഫതുഹുൽ ബാരി ബിശറഹ് സഹീഹുൽ ബുഖാരി, മറ്റൊന്ന് ഹിദായത്തുസ് സാരി ലി സീറത്തി അൽ ബുഖാരി, മറ്റൊന്ന് ഇന്തിഖാലുൽ ഇഅ്തിറാൽ ഫി റദ്ദി അൽ ഐനി ബദ്റുദ്ദീൻ ഐനി റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ച സംശയങ്ങൾക്ക് മറുപടിയായി, മറ്റൊന്ന് തഖ്ലീഖുത് തഅലീഖ് അലാ സ്വഹീഹുൽ ബുഖാരി. ഇത്രമാത്രം അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന് പറയുന്ന ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല തങ്ങൾ 5 കനപ്പെട്ട കിതാബ്. ഫതുഹുൽ ബാരി എത്ര ജുസ് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെയും ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്കിത് കേൾക്കാം, ഉൾക്കൊള്ളാം, പ്രചരിപ്പിക്കാം. ഏറ്റവും അവസാനമായി സഹീഹുൽ ബുഖാരിയിൽ പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്. മുസ്ലിമിൻ്റെ സഹീഹുൽ ബുഖാരിയുടെ ശിഷ്യനല്ലേ? എന്നാ മുസ്ലിം റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ബുഖാരി ഇമാമിൻ്റെ ഹദീസ് ഉദ്ധരിച്ചില്ല എന്ന ഇപ്പോൾ അല്പജ്ഞാനികളൊക്കെ ഉന്നയിക്കാറുണ്ട്. അതിനൊക്കെ മറുപടി ഈ പറഞ്ഞ തുലാത്തിയാത്ത് മതിയാകുമെന്ന് മാത്രമേ പറയുന്നു.
സ്വഹീഹുൽ ബുഖാരി മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ കാണുക, ഏറ്റവും കൂടുതൽ സനദ് തുസാഇ 9, അതൊരൊറ്റ ഹദീത്ത് ഏതിലുള്ളൂ? ബുഖാരിയിലുള്ളൂ. 7135 ഹദീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ 183 കൊല്ലമുള്ള ഉസ്താദായിട്ട് എത്ര ഉണ്ടാവും പറഞ്ഞു? 11 ഉണ്ടാവും പറഞ്ഞു. ഇന്ന് ചെറുപ്പക്കാരെ സംബന്ധിച്ച് 17. എന്നാൽ ബുഖാരി ഇമാം ഇത്രയും ഹദീസുകൾ ക്രോഡീകരിച്ചതിൽ 9 ഹദീസ് ഏത് മാത്രമേ ഉള്ളൂ? ഒരൊറ്റ ഹദീസ്. അത് 7135 ഹദീസ്. എന്നാലോ കൂടുതലും ഖുമാസിയാത്താണ്. ഖുമാസിയാത്ത് അതാ 5 പേര്. ഇനി സഹീഹുൽ ബുഖാരി ഓതുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കണം, റാവികളുടെ പരമ്പര കൂടുതലും ഖുമാസിയാത്തായിരിക്കും. അത് കഴിഞ്ഞാൽ റുബായിയാത്തായിരിക്കും. അത് കഴിഞ്ഞാൽ ഒറ്റൊന്ന് മാത്രം തുസായി, അഥവാ 9. അപ്പോൾ ഹുമാസിയാത്ത്, സുദാസിയാത്ത്, റുബായിയാത്ത്, തുനായിയാത്ത്. അപ്പം എത്രയാണ് മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ. അർഹമുർ-റഹീമായ അല്ലാഹ് മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇരുവീട്ടിലും വിജയികൾപ്പെടുത്തണേ അല്ലാഹ്.